ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ പൊതുവേ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ഇന്ന് മോർണിംഗിലുള്ളത്. ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആയിരുന്നു ചൈനീസ് മാർക്കറ്റുകൾക്ക്. പക്ഷേ ചൈനയിലെ നവംബർ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വന്നിരുന്നു. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഫാർ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷറുണ്ട് ഡാറ്റ വന്നതിന് ശേഷം. ജാപ്പനീസ് മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ Q3 GDP അനൗൺസ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ട്. വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ആയിരുന്നു. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നല്ലപോലെ മോർണിംഗിൽ മുന്നേറിയിട്ടുള്ളത് കോപ്പറാണ്. അതോടൊപ്പം തന്നെ സിങ്ക്, ഇത്തരത്തിലുള്ള കമോഡിറ്റികളാണ് മോർണിംഗിൽ മുന്നേറിയിട്ടുള്ളത്. ഇനി ഈ ആഴ്ച മേജർ ഇവൻറ്റുകളുള്ളതൊന്ന് ചൈനീസ് ഗവൺമെൻറ് മീറ്റിംഗ് ഉണ്ട്. ബുധനും വ്യാഴമായിട്ട് സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 12-ാം തീയതി ഇൻഫ്ലേഷൻ ഡാറ്റയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ മൂന്നാമത്തെ അഡ്വാൻസ് ടാക്സ് അടച്ചതിൻ്റെ ഡാറ്റയും വരും. അപ്പോൾ ഈ ഡാറ്റകൾ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബയ്യിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം RBI കഴിഞ്ഞ ദിവസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ 0.5% CRR കട്ട് ചെയ്തിരുന്നു. ഇത് ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. എന്നിരുന്നാലും സിറിയ, സൗത്ത് കൊറിയ രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സുവൻ ഫാർമ, PTM, അതുപോലെ തന്നെ അലുമിനിയം സ്റ്റോക്കുകൾ, അതായത് ഹിൻഡാൽക്കോ, വേദാന്ത ലിമിറ്റഡ്, നാൽക്കോ വളരെ പോസിറ്റീവായിട്ട് ഫ്ലോസ് ആണ്. അലുമിനിയം പ്രൈസസിനെ കുറിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം പ്രൊഡക്ഷൻ കട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ സ്റ്റോക്കുകളൊരു ഭയം കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കെർണസ് മൈക്രോസിസ്റ്റം അവരുടെ ലൈഫ് ടൈമിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. ഏഷ്യർ മോട്ടേഴ്സ് തായ്ലൻഡിൽ ഒരു പ്ലാന്റ്, അസംബ്ലി പ്ലാന്റ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് അവിടെ അസംബിൾ ചെയ്യുന്ന രീതിയാണ്. ഏഷ്യർ മോട്ടേഴ്സിനെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ GMR ഇൻഫ്ര ഉണ്ട്, TVS മോട്ടേഴ്സ് ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, SBI കാർഡ് ഉണ്ട്, ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് ഉണ്ട്, LT ഫുഡ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം ഓയിൽ ഫീൽഡ് അമെൻമെൻറ്റ് ബില്ല് വന്നിരുന്നു, രാജ്യസഭ പാസ്സാക്കിയിട്ടുണ്ട്. ഇത് പൊതുവേ ONGC, ഓയിൽ ഇന്ത്യ, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഒപ്പം നമ്മൾ SME സെഗ്മെൻറ്റ് IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPO ആണ് എമറാൾഡ് ടയർ മാനുഫാക്ചേഴ്സ്. ഇന്നാണ് ലാസ്റ്റ് ക്ലോസിങ്. ഓൾറെഡി 112 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ഈ IPO. അതോടൊപ്പം തന്നെ ഇന്ന് NSEയിൽ ഓപ്പൺ ചെയ്യുന്ന മറ്റൊരു NSE SME IPO ഉണ്ട്. ധനലക്ഷ്മി ക്രോപ്പ് സയൻസ് ആണ്. 55 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് 11-ാം തീയതി ഡിസംബറിൽ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഇഷ്യൂം നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം BSEയിൽ നിന്നൊരു IPO ഉണ്ട്, ജംഗിൾ ക്യാമ്പ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് അതുപോലെ തന്നെ ജംഗിൾ സഫാരി റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. 72 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ലഭിക്കുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള 2-3 ആഴ്ചയിലത്തെ
FPI ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് HDFC ബാങ്ക് പോലുള്ള ഓഹരികൾ, അതുപോലെ തന്നെ IT സെഗ്മെൻറ്റിലെ ഓഹരികൾ, FMCG, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുവെ ഇത് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ JP Morgan അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ പല ബോണ്ടുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവ് ന്യൂസാണ് അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്ത പോലെ പുതിയ F&A സ്റ്റോക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആക്ഷൻ കാണിക്കുന്നത്. 45 സ്റ്റോക്കുകളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ധാരാളം മെയിൻ ബോർഡ് IPOസും വരുന്നുണ്ട്. LG ഇലക്ട്രോണിക്സിൻ്റെ IPO റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഓപ്പൺ ചെയ്യുന്ന മേജർ മെയിൻ ബോർഡ് IPOകൾ ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ IPO ആണ്. അതോടൊപ്പം തന്നെ MobiKwik IPO ഉണ്ട്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്ന ലിസ്റ്റിംഗ് ചെയ്യാൻ കിട്ടാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഒപ്പം BSEയിലും NSEയിലായിട്ട് വീണ്ടും ഒരു റിസ്കി SME IPO ഉണ്ട്. BSEയിൽ ടോസ് ദ കോയിൻ എന്ന് പറയുന്ന ഒരു IPO ആണ്. വളരെ ചെറിയ ഇക്വിറ്റി ക്യാപിറ്റലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഒരു പക്ഷേ പ്രോബ്ലമൊക്കെ ആയിരിക്കാം. പക്ഷേ റിസ്ക് എടുത്ത് BSE SMEയിൽ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പക്ഷേ നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 182 രൂപയാണ് ഇതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ്. 600 ആണ് മാർക്കറ്റിലോട്ട് വരുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ വൊളാറ്റിലിറ്റി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ചെറുതായിട്ടൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നൽകുന്നത്. ഒപ്പം നമ്മുടെ മേജർ ഇവൻറ്റുകൾ മുന്നിലുള്ളതെന്ന് പറയുന്നത് Q3 റിസൾട്ടുകളും അതുപോലെ തന്നെ February 1 വരുന്ന യൂണിയൻ ബഡ്ജറ്റുമാണ്. ഒപ്പം ധാരാളം ബില്ലുകൾ പാർലമെൻറ്റിലുണ്ട്. ഇൻഷുറൻസ് ബില്ല് അടുത്ത സെഷനിലായിരിക്കുന്നതാണ് റിപ്പോർട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ബില്ലുകളുടെ പാസേജൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ അതാത് സെക്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. ഒപ്പം SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന SME IPOകളും മെയിൻ ബോർഡ് IPOകളും അപ്ലൈ ആണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ചെയ്യാൻ കിട്ടാൻ സാധ്യതകളുണ്ട്. തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത്തരത്തിലുള്ള IPOകളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.